കോളേജിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഹോസ്റ്റലിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളും പോലും എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എപ്പോഴും തന്നെ വിഷമിച്ചിരിക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. ഞാൻ രാത്രിയിലൊക്കെ ഒരുപാട് കടന്ന് കരയുമായിരുന്നു. എനിക്ക് തന്നെ അറിയത്തില്ല എന്തിനാണ് ഞാൻ കരയുന്നതെന്ന്. പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് കുട്ടീനെ അവർ പുറത്തെടുത്തു, സക്ഷനൊക്കെ കൊടുത്തെങ്കിലും അതിന് ഓൾറെഡി കളർ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. കുട്ടിക്ക് അനക്കമൊന്നുമില്ല. കുറച്ച് നേരത്തേക്ക് എല്ലാവരും ഒപ്പം ഒന്ന് പേടിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ആദ്യമേ തന്നെ ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഇത്ര ലേറ്റ് ആയതിന് അമ്മ മാതാവിനോട് ഈശോയോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് ഷിംന. ഞാൻ വരുന്നത് ആലപ്പുഴയിലെ അർത്തുങ്കൽ എന്ന സ്ഥലത്ത് നിന്നിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 2, 2024 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത്. ഞാനിപ്പോൾ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുവാണ്. അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അമ്മ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് രാവിലെയും വൈകിട്ടും ഒക്കെ തിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തിരിച്ച് ലീവ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ അമ്മ എനിക്ക് മാതാവിൻ്റെ ഉപ്പും വെഞ്ചരിച്ച ചെറിയ കാശുരൂപവും ഉടമ്പടി തേനും ഒക്കെ തന്നു വിട്ടിരുന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ പോയത്. എനിക്കെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയുള്ള ഒരാളാണ്. എന്ന് പറയുമ്പോൾ എക്സാമിനാണെങ്കിൽ എക്സാം ഫിയർ, പിന്നെ കോൺഫിഡൻസിൻ്റെ കുറവുകളുണ്ട് ഉള്ള പേടി, പിന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ ഉള്ള പേടി. അങ്ങനെ ഞാൻ അതുകൊണ്ട് വീട്ടിൽ ചൊല്ലിയതുപോലെ തന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോഴും രാവിലെ 5:30 എണീറ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചില്ലായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ടൈം വന്നപ്പോഴത്തേക്കും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ 1 മാസം മുന്നേ ഇരുന്ന് പഠിക്കാൻ തുടങ്ങും, പക്ഷേ കുത്തിയിരുന്ന് പഠിക്കും, ഒന്നും തലയിലുണ്ടാകത്തില്ല. എല്ലാം കാണാതെ പഠിക്കുന്നൊരു ശീലമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയും മനസ്സിലാക്കി പഠിച്ചാലേ തലയിരിക്കത്തുള്ളൂ എന്ന് എല്ലാവരും പറയുമായിരുന്നു. പക്ഷേ ഞാൻ എത്ര പഠിച്ചാലും ഞാൻ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല ആ പേപ്പറിൽ. അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു 38 മാർക്കാണ് ഞങ്ങൾക്ക് പാസ് മാർക്ക്. അപ്പോൾ അത് എനിക്ക് 38 മാർക്ക് മതി, കൂടുതലൊന്നും വേണ്ട. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് രണ്ടാമതൊന്നുകൂടെ എക്സാം എഴുതാനുള്ള സാമ്പത്തികം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഇതേ 38 മാർക്കാണ് ഫസ്റ്റ് ഇയറിൽ സീനിയേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു അത്രയും മാർക്ക് മേടിച്ചാൽ മതിയല്ലോ, അപ്പോൾ അത് കിട്ടാവുന്നേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഇയറിൽ 5 വിഷയമുണ്ട്. 3 വിഷയത്തിന് ഫസ്റ്റ് ഇയറിൽ എഴുതിയപ്പോഴേ എനിക്ക് 3 എണ്ണത്തിന് സപ്ലി ഉണ്ടായിരുന്നു. അത് രണ്ടാമത് സപ്ലി എക്സാമിന് ഞാൻ അതെനിക്ക് കിട്ടി. അത് എൻ്റെ മിടുക്ക് കൊണ്ടിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് അമ്മ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രം എനിക്കത് കിട്ടിയതാണ്. അതുകൊണ്ട് സെക്കൻഡ് ഇയറിൽ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് എനിക്ക് 38 മാർക്ക് മതി എന്നാണ് പറഞ്ഞത്. ഞാൻ എക്സാമിന് പോകുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി വെള്ളത്തിലിട്ട് അത് കുടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ചെറിയ കാശുരൂപം വിശ്വാസപ്രമാണം ചൊല്ലി എനിക്ക് ഉടുപ്പിൽ പിൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അമ്മ മാതാവ് തന്നതാണ്. അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ സെക്കൻഡ് ഇയറിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചില്ലായിരുന്നു. അതേപോലെ ഞാൻ ജപമാല ചൊല്ലുമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു. എല്ലാ ദിവസവും ഒന്നും ചൊല്ലത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ തേർഡ് ഇയറിലായി. തേർഡ് ഇയർ എനിക്ക് സെക്കൻഡ് ഇയർ പോലെ അത്ര എളുപ്പമല്ലായിരുന്നു. തേർഡ് ഇയറിലെന്ന് പറയുമ്പോൾ എക്സാം ആണെങ്കിലും അല്ലാതെ കോളേജിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഹോസ്റ്റലിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളും പോലും എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എപ്പോഴും തന്നെ വിഷമിച്ചിരിക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. ഞാൻ രാത്രിയിലൊക്കെ ഒരുപാട് കടന്ന് കരയുമായിരുന്നു. എനിക്ക് തന്നെ അറിയത്തില്ല എന്തിനാണ് ഞാൻ കരയുന്നതെന്ന്. ആരും കാണാതിരിക്കാൻ ഞാൻ ഹോസ്റ്റലിലെ ബാത്റൂമിലൊക്കെ പോയി ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് അപ്പോൾ കരയുന്നതെന്ന്. അമ്മ ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് അയച്ചു തരുമായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും തന്നെ സാക്ഷ്യം കാണുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. പിന്നെ മാതാവായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയതുപോലെ തോന്നി. എപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്ന സാക്ഷ്യം പറഞ്ഞോളാം എന്നെപ്പോഴും പറയുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ തേർഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ വന്നപ്പോൾ പതിവ് പോലെ നേരത്തെ തൊട്ടേ ഞാനിരുന്ന് പഠിക്കാൻ തുടങ്ങി. എത്തവണ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കൂടെ എക്സാം എഴുതുന്ന എല്ലാവർക്കും റിസൾട്ട് വരുമ്പോൾ സന്തോഷമുള്ളൊരു റിസൾട്ട് ആയിരിക്കണം തരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് എക്സാമിൻ്റെ ഡേറ്റായി. ഞങ്ങൾക്ക് തേർഡ് ഇയറിൽ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ കൂടുതൽ നേരം അതായിരുന്നു ഇന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എക്സാമിന് ഹോളിലിരിക്കുമ്പോഴും എല്ലാ തവണത്തെ പോലെ മാതാവിൻ്റെ കാശുരൂപം കുത്തിയിട്ടാണ് ഞാൻ പോയത്. ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി കഴിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. എക്സാമിന് എഴുതിയപ്പോഴും ഞാൻ അതിന് പാസ്സാകും നല്ലതായിട്ട് എഴുതിയെന്നുള്ള രീതിയിലാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ പുറത്ത് വരുമ്പോൾ ഡിസ്കഷൻ ഉണ്ടാവില്ല. എല്ലാവരും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നി ഞാൻ എഴുതിയതിൽ ഞാൻ മാത്രമാണ് ഇത്രയും പൊട്ടയായിട്ട് എഴുതിയിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു നീ കുറേ നേരം ഇരുന്ന് പഠിച്ചതായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നിനക്കത് എഴുതാൻ പറ്റിയില്ല എന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും അത് ഈസി ആയിരുന്നിട്ടുള്ളൊരു എക്സാം ആയിരുന്നു.
ഞാനത് എൻ്റെ ഒരു രീതിയിൽ മാർക്ക് കൂട്ടിയപ്പോൾ എനിക്കതിന് 30 മാർക്ക് എന്തോ കിട്ടുന്നുള്ളായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തായാലും ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവ് എന്നെ പാസ്സാക്കും. പിന്നെ ആ ഇയർ തൊട്ട് ഞാൻ ഓരോ എക്സാം പോയിട്ട് വന്നിട്ട് ഞാൻ മാതാവിന് എൻ്റെ എക്സാം എനിക്ക് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്ക് നല്ല എക്സാം എഴുതാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ജപമാല ചൊല്ലുമായിരുന്നു. വൈകുന്നേരത്തെ ജപമാല കൂടാതെ പിന്നെ നേരത്തെയൊക്കെ ലഞ്ച് ടൈമിന് വന്നിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ലഞ്ച് ടൈമിന് വരുമ്പോഴും ആ സമയത്ത് ഇരുന്ന് ജപമാല ചൊല്ലാനായിട്ട് നോക്കി. അങ്ങനെ റിസൾട്ട് വരുന്ന സമയമായി. റിസൾട്ട് വന്നു. എൻ്റെ എല്ലാവർക്കും സൈറ്റ് ബിസിയാണ്. ഞാൻ അങ്ങനെ എൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു വെച്ചിട്ട് ഫോൺ മാറ്റി വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആദ്യം നോക്കിയത് MHN എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മാർക്കാണ്. അപ്പോൾ അവിടെ എനിക്ക് 5 മാർക്ക് ഗ്രേസ് മാർക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ഗ്രേസ് മാർക്ക് കയറാറില്ല, 7 മാർക്ക് എന്തോ ഗ്രേസ് മാർക്ക് ഞങ്ങൾക്ക് ഉള്ളത്. അതിൽ 4 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 3 എണ്ണം പാസ്സായെങ്കിൽ മാത്രം അത് കയറാറുള്ളൂ. അങ്ങനെ എനിക്ക് ഗ്രേസ് മാർക്ക് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മ മാതാവിനീശോയ്ക്ക് ഒരുപാട് നന്ദി. ആ ഒരു ഇയറിന് മുൻപത്തെ ഇയറിൽ വെച്ചിട്ട് ഞങ്ങളുടെ ആ ഒരു ബാച്ചിന് എല്ലാവർക്കും തന്നെ ഞെട്ടുന്ന ഒരു രീതിയിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഇയറിൽ കുറച്ച് പേര് ഫെയിലായതൊഴികെ ബാക്കി എല്ലാവർക്കും നല്ല റിസൾട്ടോടെ എല്ലാവരും പാസ്സായി. അങ്ങനെ ഞാൻ 4th ഇയറിലോട്ട് വന്നു. ഞാൻ പഠിക്കുന്നത് ലോൺ എടുത്തിട്ടാണ്. അങ്ങനെ 4th ഇയറിൻ്റെ ഫീസ് അടക്കുന്നതിനായിട്ട് ലേറ്റായി ബാങ്കിൽ നിന്ന്. അപ്പോൾ ഫീസ് അടക്കാത്തവരെല്ലാവരും അടക്കം ഞങ്ങൾ ലീവ് കഴിഞ്ഞ് തിരിച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പൊക്കോ, ഫീസ് അടച്ചിട്ട് കയറിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങളൊന്നുകൂടെ സംസാരിച്ച് നോക്കി. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വെച്ചിട്ട് അവരൊരു ഗ്യാപ്പ് തന്നു. അങ്ങനെ ഞങ്ങളടുത്ത് പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഫീസ് അടച്ചില്ലെങ്കിൽ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് ഫീസ് അടച്ചില്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് പിന്നെയും വീട്ടിൽ പോയി തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ഫീസ് അടക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ബാങ്കിൽ വിളിക്കുമ്പോൾ ഒരു പ്രോസസ്സിങ് നടക്കുന്നേ ഉള്ളൂ, സമയം എടുക്കുമെന്ന് പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം ഞാൻ 2ാമത്തെ ദിവസം ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഫീസ് അടച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അമ്മ മാതാവിനീശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെയെന്ന് പറയുമ്പോൾ എനിക്ക് മന്ത്ലി ഉള്ള എൻ്റെ പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. അതെന്ന് പറയുമ്പോൾ ഒരു മാസം വന്ന് പിന്നെ 20 ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം വരത്തില്ല, അങ്ങനെ അത്ര ലേറ്റായിട്ടാണ് വന്നത്. ആദ്യം ഞാനതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായപ്പോഴും ഒരു ചെറിയ പേടി വന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, നേരത്തെ തൊട്ടേ ഹീമോഗ്ലോബിനൊക്കെ എനിക്ക് കുറവുള്ള ഒരാളാണ്, അനീമിക്കാണ് ഞാൻ ഭയങ്കര. അങ്ങനെ എപ്പോഴും ഞാൻ മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്. ഹോസ്റ്റലിൽ വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ മാത്രം ഒരു കൂട്ടം ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര നാൾ ഞാൻ ഇത് കഴിച്ചു, എന്നിട്ട് എനിക്കൊരു മാറ്റവും ഇല്ല, ഇനിയിപ്പോൾ ഞാൻ ഇത് നിർത്തുക, ഇനി ഞാൻ ഗുളിക കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഡേറ്റിന് മുന്നേയുള്ള ദിവസങ്ങളിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വെള്ളം കുടിക്കുമായിരുന്നു. ആ ഒരു മന്ത് തൊട്ട് ഇന്ന് വരെ എനിക്കത് നോർമലായിട്ടാണ്. അതായത് ആ ഒരു കറക്റ്റ് ഡേറ്റിന് അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് കറക്റ്റ് നോർമലായിട്ടാണ് അത് എനിക്ക് കിട്ടുന്നത്. അമ്മ മാതാവിനീശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ബേസ് ഭയങ്കര കുറവാണ്. 4th ഇയറിൽ ഞങ്ങൾക്ക് ഗൈനക്കിൻ്റെ ഒരു പോസ്റ്റിംഗാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് പേരായിട്ട് ദൂര സ്ഥലങ്ങളിലാണ് കേട്ടോ. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അങ്ങനെ ഒരു ഗൈനക്കിൻ്റെ സെൻറ്ററിലാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹെഡ് നേഴ്സാണുള്ളത്. ഒരു ഡോക്ടറോ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ അവർ ഡെലിവറി അറ്റൻഡ് ചെയ്യാറുള്ളൂ. ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഡെലിവറി കാണുക എന്നുള്ള അത്യാവശ്യമാണ്. അങ്ങനെ ഞങ്ങൾക്ക് 4ാമത്തെ 3ാമത്തെ ദിവസമായി. അപ്പോൾ അവിടെ ആകെ ഒരു ഹെഡ് നേഴ്സും അവരെ അസിസ്റ്റ് ചെയ്യാൻ 2 ചേച്ചിമാരുമാണ് ഉള്ളത്. ഇവിടെ കാണുന്ന കൂട്ട് സ്റ്റെറൈൽ അങ്ങനെ കാര്യങ്ങളല്ല. ലേബർ റൂം എന്ന് പറയുമ്പോൾ എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു ഇതാണ് ഞാനവിടെ കണ്ടത്. അപ്പോൾ അവിടെ ഒരു 4ാമത്തെ ദിവസമായപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു. അവരുടെ ലാംഗ്വേജ് ഹിന്ദിയാണ്. പുള്ളിക്കാരത്തിക്ക് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹെഡ് നേഴ്സ് നോക്കിയിട്ട് ഡയലറ്റേഷൻ കുറവായതുകൊണ്ട് അവരവിടെ കിടത്തിയിട്ട് പോയി. ഞങ്ങളോടും അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ അവരൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഡെലിവറി കാണേണ്ട അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ ഇടക്കിടക്ക് വന്നവരെ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫ്ലൂയിഡ് ലീക്കാവുന്ന കൂട്ട് തോന്നി. ഞങ്ങൾ ഹെഡ് നേഴ്സിനെ വിളിക്കാൻ പോയി. അപ്പോൾ വിളിച്ചപ്പോഴും അവർ പറഞ്ഞു അവർക്ക് ടൈം ആയിട്ടില്ല, ഇപ്പോഴും വരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ മാത്രം അവിടെ നിൽപ്പുള്ളായിരുന്നു. ഒരു പേഷ്യൻറ്റ് വീണ്ടും നേഴ്സിനെ വിളിക്കുന്നുള്ള രീതിയിൽ കാണിച്ചു. ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ വിളിക്കാമെന്നുള്ള രീതിയിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് കുട്ടിയുടെ തല കാണാം. ഡെലിവറി നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. ഞാൻ പഠിക്കുന്ന ഒരാളാണ്. തിയറി ക്ലാസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഒരു ഒറ്റക്ക് ഡെലിവറി ഒന്നും അറ്റൻഡ് ചെയ്യാൻ ഞാൻ ആയിട്ടില്ല. ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ അവരെ നോക്കി, അവരെ വിളിച്ച് ഓടി വന്നവർ. അപ്പോഴത്തേക്കും അതിൻ്റെ സൈഡായിട്ട് ഒരു പീഡിയാട്രിക് കോപ്പി ഉണ്ട്, ഒരു പീഡിയാട്രിക് ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങളെ പുറത്താക്കി.
ഞങ്ങൾ പുറത്താക്കിയെങ്കിലും ഞങ്ങൾക്ക് കാണാൻ വാതിലിൻ്റെ ഇടക്കൂടെ ആ ചേച്ചി ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയതുകൊണ്ട് അവർ ആ ഒരു ടൈമിൽ കുട്ടിയുടെ തല മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. അവർ കാലടിപ്പിച്ചു. പറയാമല്ലോ കുട്ടിക്ക് ശ്വാസം കിട്ടത്തില്ല. ബാക്കി അവർ ഫുൾ സ്ട്രെസ്സായവർക്ക് പറ്റുന്നില്ല ബാക്കി പുഷ് ചെയ്യാനൊന്നും. ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് കുട്ടീനെ അവർ പുറത്തെടുത്തു. സക്ഷനൊക്കെ കൊടുത്തെങ്കിലും അതിന് ഓൾറെഡി കളർ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. കുട്ടിക്ക് അനക്കമൊന്നുമില്ല. കുറച്ച് നേരത്തേക്ക് എല്ലാവരും ഒപ്പം ഒന്ന് പേടിച്ചു. ആ ഒരു സെൻറ്റർ എന്ന് പറയുമ്പോൾ നോർമൽ ഡെലിവറി ആകാൻ സാധ്യത ഉള്ളത് മാത്രം എടുക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ റെഫർ ചെയ്യും. അപ്പോൾ ഞങ്ങളപ്പോൾ പുറത്ത് നിന്നു. അകത്തോട്ട് കയറാൻ ആർക്കും ഒരു ഇതില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിവരെ അറിയത്തില്ല, ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കും, അപ്പം ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ ആ കുഞ്ഞിനും അമ്മക്കും ഒന്നും സംഭവിക്കരുതെന്ന്. കുറച്ച് കഴിഞ്ഞ് കേട്ടത് ആ കൊച്ചിൻ്റെ കരച്ചിലാണ്. അങ്ങനെ ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. ഞാനത് ഏറ്റവും എൻ്റെ കാര്യങ്ങൾ ഉപരിയായിട്ട് ഇവിടെ വന്ന് എനിക്കത് സാക്ഷ്യം പറയണമെന്ന് തോന്നി. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നീട് ഞങ്ങൾക്ക് പ്രസൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് വലുതായിട്ടൊന്നും പറയാനറിയാത്ത ഒരാൾ, ഞാൻ പെറുക്കിയായിട്ടാണ് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഒരാളായിട്ടും എനിക്ക് ലാംഗ്വേജ് എത്രയും പോരായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാതെ എനിക്കൊരു ഫ്ലോയിൽ എനിക്ക് ഇംഗ്ലീഷ് എടുക്കാൻ സാധിക്കണം. 4th ഇയറിലെന്ന് പറയുമ്പോൾ ജൂനിയേഴ്സിനും എടുത്ത് കൊടുക്കേണ്ടതാണ്. ഞാനെന്ന് പറയുമ്പോൾ അടുത്തുനിന്ന് ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് അവർ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേ ഞാൻ വീണ്ടും പറയുമ്പോഴേ അവർ കേൾക്കത്തുള്ളൂ. അത്രയും പതുക്കെ ഞാൻ പറയുന്നത്. അത്രയും കോൺഫിഡൻസ് കുറവുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ പ്രസൻറ്റേഷൻ എനിക്ക് നന്നായിട്ട് എടുക്കാൻ സാധിച്ചു. ഒരു 120 പിള്ളേരുള്ള ക്ലാസ്സിൽ എനിക്ക് അവർ മീഡിയത്തിൽ കേൾക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഫ്ലോയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചു. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ അതിനുശേഷം ഞങ്ങൾക്ക് 4th ഇയറിൻ്റെ എക്സാമിന് മുന്നേ ആയിട്ട് ഇവിടെ വന്നു. ഓഗസ്റ്റ് 2-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ കുറവായതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, വീടിനടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ എനിക്കവർ ഒരു പ്രാക്ടീസ് തരാനായിട്ട് സമ്മതിക്കണം. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും സമ്മതിക്കത്തില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ 2 മാസത്തേക്ക് എനിക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു സമയം ഒരുക്കി തന്നു. അതിനുശേഷം ഞാൻ 4th ഇയറിൻ്റെ എക്സാമായി. എല്ലാ തവണത്തെയും പോലെ എല്ലാ 4th ഇയറിൻ്റെ എക്സാമിന് എനിക്കെന്തോ പഠിക്കാനും തോന്നിയില്ല. ഞാൻ പഠിച്ചില്ല ഒന്നും. ഞാൻ മാതാവിൻ്റെ അടുത്ത് ബാക്കി പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് കറക്റ്റായിട്ട്, പത്രമൊക്കെ ഇവിടെ ഒന്ന് വാങ്ങിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്നും പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊന്നും പഠിച്ചില്ല ഇത്തവണ. എനിക്ക് പഠിക്കാനായിട്ട് തോന്നുന്നേയില്ല. എല്ലാ പ്രാവശ്യവും എക്സാമിന് 1 മാസം മുന്നേ കുത്തിയിരുന്ന് പഠിക്കുന്ന ഞാൻ ഒന്നും പഠിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ അങ്ങനെ 4th ഇയറിൻ്റെ എക്സാമിന് 10 ദിവസം മുന്നേ ഹോസ്റ്റലിൽ വന്നു. എന്നിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, നീയാണ് എന്നെ പഠിപ്പിച്ചത്, നീയാണ് എന്നെ കൈപിടിച്ച് പരീക്ഷ എഴുതുന്നത്, നീയാണ് എനിക്ക് എൻ്റെ റിസൾട്ട് നോക്കുന്നത്, അതുകൊണ്ട് എന്നെ പാസ്സായിക്കൊള്ളാം, ഞാനിവിടെ ആരുമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത്. ഞാൻ 2 മാർക്കിൻ്റെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ വലുതായിട്ടൊന്നും തന്നെ ഞാൻ പഠിച്ചിട്ടില്ല. കുട്ടികൾ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ഞാൻ എങ്ങനെ എക്സാം എഴുതുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എക്സാമിന് പോയപ്പോൾ എൻ്റെ കർച്ചീഫിൽ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി എടുത്തിട്ടാണ് പോയത്. ഞാൻ എഴുതിയ 3 എക്സാമിലും എക്സാം ഷീറ്റിൽ മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ടാണ് എഴുതിയത്. 10 മാർക്കിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഞാനൊന്നും എഴുതാതെ വിട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനൊന്നും എഴുതിയിട്ടില്ല അതുമേൽ. എന്നിട്ടും എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ടഫായിരുന്നു, എക്സാം പാസ്സാകുമെന്ന് അറിയത്തില്ലെന്ന് അവർ എന്നോട് ഇങ്ങടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും പാസ്സാകുമെന്നുള്ളതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അങ്ങനെ ഇവിടെ വീട്ടിലായിരുന്നപ്പോഴാണ് റിസൾട്ട് ഔട്ടായത്. അപ്പോഴും എനിക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാനൊന്നും ആ പേപ്പറിൽ എഴുതിയിട്ടില്ല. മാതാവിൻ്റെ കൂട്ടത്തിലുള്ള വിശ്വാസത്തിലാണ് ഞാനത് എഴുതിയത്. റിസൾട്ട് വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് രാത്രിയാണ് വന്നത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു, രാത്രി ആയതുകൊണ്ട് ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് നേരത്തെ ജപമാല ചൊല്ലിയിട്ട് കിടക്കാമെന്ന്. നേരത്തെ തന്നെ അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ജപമാല ചൊല്ലിയിട്ടാണ് ഞാൻ കിടന്നത്. 4 മണിക്ക് അപ്പോൾ റിസൾട്ട് കിട്ടി. അങ്ങനെ റിസൾട്ട് രജിസ്റ്റർ നമ്പർ എടുത്ത് വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നോക്കിയത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും കൂടുതൽ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ആത്മീയമായിട്ടുള്ള വളർച്ച എന്ന് പറയുമ്പോൾ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, ചുറ്റിനും നോക്കും, എന്നിട്ട് പോരും. ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ കുർബാന തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നത് വരെ ഞാൻ പള്ളിയിലാണ് എന്നുള്ള ബോധ്യത്തിൽ, ഞാൻ അതിൽ പങ്കുകൊള്ളുന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നേരത്തെയൊക്കെ പത്രം കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു. ഇപ്പം ഞാൻ പത്രം പോകുന്ന വഴിക്ക് പത്രം തീരും, ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ എടുക്കും. പിന്നെ അമ്മയുമായിട്ട് ഇവിടെ വന്ന് പത്രം എടുത്തുകൊണ്ട് പോയിട്ട് വണ്ടാനം ഹോസ്പിറ്റലിലൊക്കെ പോയി ചെറിയ കാശ് രൂപവും തേനും ഒക്കെ വാങ്ങിക്കൊണ്ട് പോയി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്.
കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് എടുക്കുന്ന പൊതിച്ചോറിൻ്റെ കൂട്ടത്തിൽ ഞാൻ എക്സ്ട്രാ എടുക്കും. ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ അടുത്ത് കൈ നീട്ടുന്നവരുടെ അടുത്ത് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നിട്ടുള്ള പൈസ ആണെങ്കിൽ കൂടി ഞാനത് അവർക്ക് എടുത്ത് കൊടുക്കും. അമ്മ മാതാവിന് ഈശോയ്ക്കും ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു.